മലയാളികളുടെ വിദേശ പഠന സ്വപ്നത്തിന് കൂടുതൽ കരുത്തേകുകയാണ് സാൽവേ മരിയ. വിദേശ സർവകലാശാലകളിൽ പഠിക്കാൻ താൽപ്പര്യപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള സ്ഥാപനം കണ്ടെത്താൻ സഹായിക്കുന്നതിനാലാണ് സാൽവേ മരിയ സ്റ്റഡി എബ്രോഡ് പ്രാധാന്യം നൽകുന്നത്. ഇതേസമയം ചലച്ചിത്ര താരങ്ങളായ ജയറാം, കാളിദാസ് ജയറാം എന്നിവരെ സാൽവേ മരിയ ബ്രാൻഡ് അംബാസിഡർമാരായി നിയമിച്ചു. എല്ലാ അക്രഡിറ്റേഷനുകളുമുള്ള വിദേശ സർവകലാശാലകളുമായും സ്ഥാപനങ്ങളുമായും മാത്രമേ സാൽവേ മരിയ സഹകരിക്കാറുള്ളൂ എന്നും എണ്ണത്തിലുപരി ഗുണത്തിനാണ് മുൻഗണനയെന്നും സാൽവേ മരിയ അധികൃതർ വ്യക്തമാക്കുമ്പോൾ വിദ്യാർത്ഥികൾക്കിടയിൽ സാൽവേ മരിയയുടെ സ്ഥാനം അരക്കട്ടുറപ്പിക്കുകയാണ്. 2007 ആരംഭിച്ച ICEF അംഗീകാരമുള്ള സാൽവേ മരിയയ്ക്ക് കേരളത്തിലെമ്പാടുമായി 19 ശാഖകളും 200ഓളം ജീവനക്കാരുമുണ്ട്. 2025 പുതിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിലൂടെ കൂടുതൽ വളർച്ച കൈവരിക്കുന്നതിന്റെ ഭാഗമായി സാൽവേ മരിയ ജയറാം, കാളിദാസ് ജയറാം എന്നിവരെ ബ്രാൻഡ് അംബാസിഡർമാരായി നിയമിച്ചു. സാൽവേ മരിയയുടെ സംഘം സ്ഥിരമായി വിദേശ സ്ഥാപനങ്ങൾ സന്ദർശിച്ച് അതത് സമയങ്ങളിലെ സൗകര്യങ്ങളെപ്പറ്റി കൃത്യമായി വിലയിരുത്തിയാണ് വിദ്യാർത്ഥികളെ വിദേശത്തേക്ക് പഠനത്തിനായി കയറ്റി അയക്കുന്നതെന്ന് ജയറാം അഭിപ്രായപ്പെട്ടു. ഏകദേശം 17 വർഷത്തോളമായിട്ട് കേരളത്തിൽ നിന്നും ഒരുപാട് കുട്ടികളെ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുകയും വളരെ സത്യസന്ധമായിട്ട് അവർക്ക് എല്ലാവർക്കും 100% ഫീഡ്ബാക്കോടുകൂടി എനിക്ക് അവർ റെക്കമെൻഡ് ചെയ്ത ഒന്നായിരുന്നു സാൽവേ മരിയ. കേരളത്തിലെ ഓരോ മാതാപിതാക്കളുടെയും ഒരു ഡ്രീമാണ്, സ്വപ്നമാണ് മക്കളെ വിദേശത്തേക്ക് അയച്ച് പഠിപ്പിക്കുക എന്ന് പറയുന്നത്. അത് അവരതിനു വേണ്ടിയിട്ടുള്ള പണം കണ്ടെത്തുന്നത് ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെയാണ്. അത് സത്യസന്ധമായി ചെയ്യുന്ന ഒരു ഗ്രൂപ്പിന്റെ കൂടെ ഒന്ന് അസോസിയേറ്റ് ചെയ്യാൻ കഴിയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം, കാളിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു പ്രസ്റ്റീജായിട്ട് തന്നെ വിചാരിക്കുന്നു. ഇനി അവരുടെ അങ്ങോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും വളരെ ഭംഗിയായിട്ട്. മറ്റ് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനൊപ്പം വിവിധ അന്താരാഷ്ട്ര സർവകലാശാലകളുടെ അംഗീകൃത പങ്കാളികളായതിനാൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ സംശയങ്ങൾ പരിഹരിക്കുന്നതിന് അതത് സ്ഥാപനങ്ങളുടെ പ്രതിനിധികളുമായും നേരിട്ട് സംസാരിക്കാനുള്ള അവസരവും സാൽവേ മരിയയിലൂടെ സാധ്യമാകുന്നതായി സാൽവേ മരിയ ഇന്റർനാഷണൽ സ്ഥാപകനും CEO യുമായ ബോബി സെബാസ്റ്റ്യൻ വ്യക്തമാക്കി. ജനം, കൊച്ചി.